ഷേക്സ്പിയറിൻ്റെ 7 ഏജസ് ഓഫ് എ മെൻ. ഈ ഒരു പോമിൽ ഷേക്സ്പിയർ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് പോലെയും അതുപോലെ ഈ വേൾഡിലുള്ള പീപ്പിൾസ് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് അതിലുള്ള അഭിനയിക്കുന്ന ആക്ടേഴ്സിനെ പോലെയുമാണ് എന്നാണ് പറയുന്നത്. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അവരൊരു സ്റ്റേജിൽ അവരുടെ ഓരോ റോൾസും പെർഫോം ചെയ്യുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. അതുപോലെ ഒരു മനുഷ്യൻ തൻ്റെ ലൈഫിൽ 7 സ്റ്റേജസിലൂടെ കടന്നു പോകും. ഒന്നാമത്തതാണ് ഇൻഫൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതാകുമ്പോൾ എന്താണ് കുഞ്ഞു ബേബി, അതുകൊണ്ട് ബേബി മറ്റുള്ള ഒന്നും ചെയ്യാൻ കഴിയാണ്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനും മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ബേബി ആയിട്ടാണ് ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത്. രണ്ടാമത്തത് സ്കൂൾ ബോയ്. അതെന്ന് പറയുമ്പോൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന സ്നെയിലിനെ പോലെ അല്ലെങ്കിൽ ഒച്ചിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന ഒരു കുട്ടി. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ലവർ എന്ന് പറയുമ്പോൾ ഒരു യങ് മാനാണ് തൻ്റെ ബിലൗഡിന് വേണ്ടി തൻ്റെ ആ ഒരു സ്നേഹിക്കുന്ന ലവറിന് വേണ്ടി പോയംസും ലവ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എഴുതുകയും ഒരു പെൺകുട്ടിയിൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു യങ് മാൻ ആയിട്ടാണ് മൂന്നാമത്തെ സ്റ്റേജ് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജും ഏതെന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ നാലാമത്തെ സ്റ്റേജാണ് സോൾജിയർ. അദ്ദേഹം വളരെ ബ്രേവ് മാൻ, അത് ഭയങ്കര ബുദ്ധിമാനായ ഒരു വ്യക്തിയും അതുപോലെ അത്രയും ബഹുമാനവും റെപ്യൂട്ടേഷനും ഒക്കെ ഉള്ള ഒരാളാണ്. അത് ഈവൻ ഡേഞ്ചർ സിറ്റുവേഷനിലാണെങ്കിൽ പോലും തൻ്റെ ഒരു കറേജ്, ഒരു ധൈര്യത്തോടെ എല്ലാ കാര്യം ചെയ്യാനുള്ളൊരു കെൽപ്പുള്ളവനാണ് ആരും സോൾജിയർ എന്ന് പറയുന്നത്. അഞ്ചാമത്തത് ജസ്റ്റിസ്. അതായത് വളരെ ഒരു മിഡിൽ ഏജ്ഡ് മെന്നാണ് അവിടെ പറയുന്നത്. കുറേ കൂടെയൊക്കെ വളരെ കുഞ്ഞിൽ നിന്നും കുറേ കൂടെയൊക്കെ വലുതായി വരികയാണ്. വളരെ വയസ്സായിട്ടുള്ള അതുപോലെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അഡ്വൈസ് കൊടുക്കുകയും അതുപോലെ ജഡ്ജ്മെൻറ്റിലായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വൈസ് മാനായിട്ടാണ് നമ്മൾ അഞ്ചാമത്തെ സ്റ്റേജ് കാണിക്കുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഓൾഡ് മാനാണ്. അതായത് എന്ന് പറയുമ്പോൾ വളരെ തൻ്റെ വീക്കായിട്ട് തൻ്റെ സൗണ്ടൊക്കെ വളരെ സോഫ്റ്റായിട്ട് വളരെ തിൻ മാനായിട്ട് മാറുകയാണ്. പിന്നെ അടുത്തത് 7th സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് ചൈൽഡ്ഹുഡ്. ആദ്യത്തെ ചൈൽഡ്ഹുഡ് വളരെ ഇൻഫൻറ്റ് സ്റ്റേജിലായിരുന്നപ്പോൾ ഉള്ളതാണ്. എന്നാൽ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ വളരെ വാർദ്ധക്യത്തിലുള്ള സമയത്തെ കാര്യമാണ് പറയുന്നത്. അത് നമുക്കറിയാം, നമ്മുടെ വയസ്സായ ആൾക്കാരാണ് കുഞ്ഞുങ്ങളെപ്പോലെ പെരുമാറുന്നത് നമുക്കറിയത്തില്ലേ. അതായത് വെരി ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളാണ്. പല കാര്യങ്ങളും മറന്നു പോകും. അതുപോലെ അവർക്കും എന്തെങ്കിലും കാര്യം ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഒരു കുഞ്ഞിനെ പോലെ ആയിരിക്കും ആ ഒരു വ്യക്തി പെരുമാറുന്നത്. അപ്പോൾ ഈ ഒരു 7 സ്റ്റേജസാണ് ഒരു മനുഷ്യനുള്ളതാണ് ഷേക്സ്പിയർ പറയുന്നത്. ഒക്കെയാണ് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ബർത്ത് തൊട്ട് ഒരു ഓൾഡ് ഏജ് വരെ ഉള്ളൊരു സൈക്കിളാണ്. പിന്നെ അതുപോലെ ലൈൻസ് നോക്കുമ്പോൾ മെർവ്ലിംഗ്, പോക്കിംഗ് എന്നൊക്കെ പറഞ്ഞ വാക്കുകളുണ്ട്. അതൊക്കെ ക്രൈയിങ്, വൊമിറ്റിംഗ് എന്ന വാക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഒരു മോണോലോഗാണ്, അത് നിങ്ങൾ എഴുതിക്കോണം. ഇതൊരു മോണോലോഗാണ്. അതുപോലെ ഇത് ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു പ്ലേയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് പറയുന്നത് ജാക്കസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ ടെസ്റ്റാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം.